കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കേരളത്തിലെ CPM-നോട് ഒരു കൊലച്ചതിയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കേരള ഹൗസിൽ ആഘോഷമായി ക്ഷണിച്ചുകൊണ്ട് വന്ന് പ്രാതലൊക്കെ നൽകി സ്നേഹം പറഞ്ഞ് നല്ല വാക്ക് ചൊല്ലി പിരിഞ്ഞതാ. അതിൻ്റെ പേരിൽ നന്ദി കാണിക്കണമെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ തുടങ്ങി വെച്ചൊരു സ്നേഹമുണ്ടല്ലോ, അതുപോലും കാണിക്കാതെയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച, രാജ്യസഭയിൽ കേരളത്തിലെ CPM-ന്റെ നെഞ്ചിനിട്ട് ഒരു ചവിട്ട് കൊടുത്തത്. CPM-ന്റെ കേരളത്തിലെ നോക്കുകൂലി രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവര് CPM-നെ ഇന്ധനടിച്ചു കളഞ്ഞു സഭയിൽ. വല്ലാത്തൊരു ചെയ്ത്തായി പോയി. നമുക്ക് പഴയ ഭാഷയിൽ, പരനാറി നികൃഷ്ടജീവി ഭാഷയിലൊന്നും സംസാരിക്കാനും പറ്റത്തില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, മകളുടെ സ്വന്തം കമ്പനി, അവരുടെ ഒരു കേസ് SFIO എന്ന് പറഞ്ഞൊരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. എക്സാലോജിക്ക് എന്തോ സീരിയസ് ഒഫൻസസ്, കുറ്റങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള ധാരണയിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. ഇപ്പോഴത് ഈ SFIOയുടെ കക്ഷത്തിലിരിക്കുക. അപ്പോ പരിധി വിട്ടുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കാനും പറ്റത്തില്ല. എങ്കിലും നിർമ്മലെ എന്ന് പറഞ്ഞ് വിലപിക്കുകയല്ലാതെ മറ്റൊരു വഴി ഇപ്പോഴില്ല. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബജറ്റ് ലോക്സഭ പാസ്സാക്കണം, അതാണ് ചട്ടം. മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ബജറ്റിന്റെ ചർച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു. അപ്പോഴാണ് ബംഗാളിൽ നിന്നുള്ള CPM അംഗമായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ എന്തോ പറഞ്ഞ് നിർമ്മല സീതാരാമനെ ഒന്ന് പ്രകോപിപ്പിച്ചത്. എന്തോ പറഞ്ഞു എന്നല്ല, മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് ധനകാര്യമന്ത്രിയോട് പറഞ്ഞു. അവര് പെട്ടെന്ന് പ്രകോപിതയായി. അപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും വികസനത്തിന് എങ്ങനെ തടസ്സമായി എന്ന് അവർ വളരെ വാചാലമായിട്ട് വിവരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് ഈ CITUകാർ നടപ്പാക്കുന്ന നോക്കുകൂലി ഉണ്ടല്ലോ, അതായത് പണിയെടുക്കുന്നത് ആരെങ്കിലും, ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും, പക്ഷെ CITUകാർ നോക്കി നിൽക്കും, ഈ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. അതിന് നമ്മൾ അവർക്ക് കൂലി കൊടുക്കണം. അതിനെക്കുറിച്ചാണ് വളരെ സരസമായ ഇംഗ്ലീഷിൽ നിർമ്മല സീതാരാമൻ സഭയിൽ വിവരിച്ചത്. അതിന് ആമുഖമായിട്ട് മറ്റംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള, കേൾക്കാൻ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും, ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന്. കാരണം നിങ്ങളുടെയൊന്നും സംസ്ഥാനങ്ങളിലുള്ള ഒരു സംഭവം അല്ലിത്, ഈ നോക്കുകൂലി എന്ന് പറയുന്നത്. വെറുതെ പറയുകയല്ല ചെയ്തത്. നോക്കുകൂലി എന്ന മലയാളം വാക്കിന്റെ ഒരു തർജ്ജമ ഇംഗ്ലീഷിൽ കൊടുത്തതിന് ശേഷം മികച്ച ഭാവാഭിനയത്തോടെയാണ് അവർ ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിച്ചത്. അതായത് ഒരു ബസ്സിൽ നമ്മൾ കേരളത്തിലെ ഒരു സ്ഥലത്തോ പട്ടണത്തിലോ എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബസ്സിന്റെ മുകളിൽ നിന്ന് നമുക്കൊരു സാധനം താഴേക്ക് ഇറക്കണം. അപ്പൊ അവിടെ കുറച്ച് തൊഴിലാളികൾ അവിടെ വട്ടം കൂടിയിരിപ്പുണ്ട്. CPM കാർഡ് ഹോൾഡേഴ്സാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ CPM-ന്റെ അംഗങ്ങൾ, CITU തൊഴിലാളികൾ അവരവിടെ എങ്ങനെ വട്ടം കൂടിയിരിക്കും. നമ്മളാരെങ്കിലും ഈ ബസ്സിന്റെ മുകളിൽ കയറി സാധനം താഴേക്ക് ഇറക്കും. മൊത്തം കൂലി 100 രൂപ. അതിൽ 50 രൂപ എന്ന് പറഞ്ഞത് ഈ ഇറക്കിയ ആളിനാ, ശരിക്കും ജോലി ചെയ്ത ആളിനാ. ബാക്കി 50 രൂപ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, നോക്കിക്കൊണ്ട് നിൽക്കുന്ന CITUവിനാണ്. ഈ കമ്മ്യൂണിസമാണ് കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ തകർത്തത് എന്ന് നിർമ്മല സീതാരാമൻ സഭയിൽ പറഞ്ഞു. അത് മാത്രമല്ല, ഇതേ കമ്മ്യൂണിസം ബംഗാളിലും ത്രിപുരയിലും അതിന്റെ സ്വാധീനമുണ്ടാക്കി. ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ഏറ്റവും മോശപ്പെട്ട കലാപകാലം CPM-കാര് അവിടെ ഭരിക്കുമ്പോഴായിരുന്നു എന്നും അവരവിടെ പറഞ്ഞു വെച്ചു. സത്യം പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് നേരം നല്ല വടിവത്ത ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മുടെ ധനമന്ത്രി ആടി തകർക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവർ അർമാദിച്ചു എന്ന് തന്നെ പറയാം. ദോഷം പറയരുതല്ലോ. കേന്ദ്ര ധനകാര്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ CPM-ൽ നിന്ന് ഒരൊറ്റ അംഗം പോലും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമാര് പറയുന്നത്. നമുക്കിവിടെ 3 അംഗങ്ങളുണ്ട് CPM-ൽ നിന്ന്. 2 പേരും ഡോക്ടർമാരാ. ഒന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, മറ്റൊന്ന് ഡോക്ടർ V ശിവദാസൻ, മൂന്നാമൻ നമ്മുടെ A റഹീം. ഇവരാരും ദൈവം സഹായിച്ച് ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിലെ ചർച്ചകൾക്ക് ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ മന്ത്രിമാരും മറുപടി പറയുമ്പോഴെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരംഗമെങ്കിലും അവിടെ ഉണ്ടായിരിക്കുക എന്നത് ഒരു 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 പൊതുവെ സ്വീകരിച്ചു പോരുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ പാർട്ടിയെ പറ്റി, അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് അതിന് മറുപടി പറയാൻ ആരെങ്കിലും വേണമല്ലോ. ഇവിടെ ആവട്ടെ,
കേരളത്തിൽ നിന്നുള്ള 3 CPM അംഗങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. ദോഷം പറയരുതല്ലോ. കേരളത്തില് ഈ CPM-കാരെ എപ്പോഴും കിട്ടുന്ന അവസരത്തിലൊക്കെ പുച്ഛിക്കുന്നതാണ് CPI-യെ. വലതന്മാരെന്നൊക്കെ പറഞ്ഞു കളയും ഇടയ്ക്ക് കയറി. അവർ മാത്രമാണ് വാസ്തവത്തില് CPM-ന്റെ സഹായത്തിനപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നത്. CPI-യിലെ P. സന്തോഷ് കുമാർ എഴുന്നേറ്റ് എന്തൊക്കെയോ മന്ത്രിയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മന്ത്രി അതൊന്നും ഗവനിച്ചേയില്ല. സന്തോഷ് കുമാറിനോട് ഇരിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞത്, ഞാൻ ആ സംസ്ഥാനത്ത് നിന്നുള്ള ഒരാളല്ലെങ്കിലും എൻ്റെ അടുത്ത പ്രദേശം തന്നെയാണത്, ഞാൻ അവിടുന്നൊക്കെ തന്നെയാണ് വരുന്നത്, എനിക്കറിയാം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത കാലത്തെ ഒരു അഭിമുഖ സംഭാഷണവും നമ്മുടെ നിർമ്മല സീതാരാമനോട് ഉദ്ധരിച്ചു. അതായത് ഏറ്റവും അടുത്തു കൊടുത്ത ഒരു അഭിമുഖമാണ്. അതിൽ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നോക്കുകൂലി ഇല്ലെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നേരത്തെ നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നല്ലേ? ആ നോക്കുകൂലി സമ്പ്രദായം കേരളത്തിന്റെ വ്യവസായ വികസനത്തെ തകർത്തു എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? നമ്മുടെ മന്ത്രി ഈ ബസിന്റെ കാര്യം പറഞ്ഞതിലും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. വലിയ ലോറികളിൽ വരുന്ന ചരക്കുകൾ ഇറക്കുന്നതിന് മാത്രമല്ല, ഒരു സാധാരണ ലൈൻ ബസ്സിൽ കൊണ്ടുവരുന്ന, അതിന്റെ മുകളിൽ ഇട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കുന്നതിന് പോലും CITU-കാർ അല്ലെങ്കിൽ CPM സഖാക്കള്, കാർഡ് ഹോൾഡേഴ്സ്, അതാണ് അവരുടെ പ്രയോഗം, നോക്കുകൂലി ഈടാക്കുന്നു എന്നാണ് അവര് സഭയിൽ പറഞ്ഞു വെച്ചത്. സത്യത്തിൽ ഈ CPM അംഗങ്ങള് സഭയിലെ ഇല്ലാതിരുന്നതാണ് നല്ലത് എന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ തോന്നിപ്പോയി. അല്ലെങ്കിൽ സീതാരാമൻ, നിർമ്മല സീതാരാമൻ ഒരുപക്ഷെ ഈ CPM-ന്റെയും CITU-ന്റെയും സമരം മൂലം പൂട്ടിപ്പോയ 100 കണക്കിന് വ്യവസായ സ്ഥാപനങ്ങളുടെ കഥ സഭയിൽ പറയുമായിരുന്നു. NH-ന്റെയും MC റോഡിന്റെയും ഇരുവശങ്ങളിലും അസ്ഥികൂടങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന പഴയ ഫാക്ടറി കെട്ടിടങ്ങളുടെ പുരാവൃത്തം അവരൊരുപക്ഷെ വിളമ്പിയേനെ. ട്രാക്ടറിനെ എതിർത്ത കഥ, നെല്ല് കൊയ്യുന്ന യന്ത്രത്തെ എതിർത്ത കഥ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത കഥ ഒരുപക്ഷെ അവർ ഓർമ്മിച്ച് സഭയിൽ പറയുമായിരുന്നു. ഏറ്റവും അടുത്ത കാലത്ത് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് വരുന്നതിനെ തടയാൻ ആവരും ശ്രമിച്ച CPM, അന്നൊരു CPM നേതാവ് പറഞ്ഞത്, എന്റെ ശവത്തിന്മേലല്ലാതെ ഇവിടെ ഒരു വിമാനം വന്നിറങ്ങുകയില്ലെന്ന. പിന്നീട് ആ നേതാവ് ഈ വിമാന കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അംഗമായി. അത് വേറൊരു കഥ. ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തതാ. 5000 കോടി രൂപയുടെ പദ്ധതിയാ. അങ്ങനെയാണ് അത് തുടങ്ങിയത്. അപ്പൊ 5600 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ. അതൊക്കെ വാസ്തവത്തിൽ നിർമ്മല സീതാരാമനെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിരുന്നുവെങ്കിൽ അവരോട് കൃത്യമായിട്ട് വിളമ്പുമായിരുന്നു രാജ്യസഭയിൽ. ഏതായാലും അത് ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യം എന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് തത്സമയം സഭയിൽ ഇല്ലാതിരുന്ന അംഗങ്ങളെ ശകാരിക്കാനൊന്നും നിൽക്കണ്ട, അത് ഭാഗ്യമായി എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഈ നിർമ്മല സീതാരാമന്റെ പ്രസംഗം കേട്ട കേഡർമാർ അല്ലെങ്കിൽ സഹാക്കള് ആദ്യമൊന്ന് ഞെട്ടി. ഈ നോക്കുകൂലി എന്ന് കേട്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് എക്സാലോജിക്കിന്റെ കഥയാ. ഒരു കരിമണൽ കമ്പനിയുമായി ആ സ്ഥാപനത്തിനുണ്ടായിരുന്ന ബന്ധം ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യാതെ 1,70,00,000 രൂപ കൈപ്പറ്റിയ ഒരു കഥ. ആ കേസാണ് ഇപ്പോൾ SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനെയാണ് പ്രതിപക്ഷം ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിമർശിച്ചത്. ഈ സർക്കാരിന് ഇനി കഷ്ടിച്ച് 1 വർഷം കൂടിയാണ് കാലാവധി ഉള്ളത്. ആ ചെറിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ ഇറക്കാം എന്ന് പ്ലാനിട്ട് നിന്ന, അല്ലെങ്കിൽ പദ്ധതി തയ്യാറാക്കിയ നമ്മുടെ രാജീവൻ മന്ത്രിക്കാണ് ഈ നിർമ്മല സീതാരാമന്റെ പ്രസംഗം ഒരു അടിയായി പോയത്. ഈ വലിയ നിക്ഷേപം കേരളത്തിൽ നിലത്തിറക്കി വയ്ക്കുന്നതിന് നോക്കുകൂലി വാങ്ങില്ല എന്ന് CITU-കാര് സമ്മതിച്ചിരുന്നതാണ്. ഈ സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനിക്ക് പണം അങ്ങോട്ട് നൽകിയിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് റാങ്കും അവാർഡും വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ രാജീവ് മന്ത്രി. അപ്പോഴാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്, അവിടെ നോക്കുകൂലിയാണ്, നോക്കുകൂലി എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് രീതി കേരളത്തിലെ വ്യവസായത്തെ മുഴുവൻ തകർത്തു എന്ന്. ഇനി വേണമെങ്കിൽ രാജീവ് മന്ത്രിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ വ്യവസായ വികസനത്തെ അല്ലെങ്കിൽ വ്യവസായ കുതിപ്പിനെ തകർക്കാൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയുടെ വേദി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്യാപ്സ്യൂള് ഇറക്കാവുന്നതേ ഉള്ളൂ.